ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരിട്ടാ. നമ്മളന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈറോഡ് പോകണം നാമക്കല്ല്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ വന്നിട്ട് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരു മാസമായിക്കണം കേട്ടോ. അപ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിലായി നിന്നതേന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വീഡിയോ ഇടാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിരാവിലെ 5 മണിക്ക് സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് പുറപ്പെട്ട് അങ്ങനെ ദേവാലയം പോകുന്നപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇപ്പോൾ വെളിച്ചം വെച്ച് വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ ഐശു അല്ല കേട്ടോ, ഐസിന് മടിയിൽ കിടന്ന് ഇങ്ങനെ വെളിച്ചം വെച്ചപ്പോൾ മേലക്ക് നോക്കി ഇങ്ങനെ കിടക്കണം എൻ്റെ മടിയിൽ. നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്നാണ് ഓനെ എടുത്തിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഓനിപ്പോൾ ഉണർന്നപ്പോൾ ഇങ്ങനെ നല്ല സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ വണ്ടിയിൽ മേലെ കിടന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഓന് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ഊട്ടി റോട്ടിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ വായിസിനും പ്രയാണത്തിനും വന്നിട്ട് ഈറോഡ് നാമക്കല്ല് വന്നിട്ട് എക്സൽ കോളേജിൽ എക്സാം ഉണ്ട് രണ്ടാക്കും. അപ്പോൾ എക്സാം എഴുതാൻ പോകണേ. അപ്പോൾ തലേന്ന് കൂട്ടിയിട്ട് വന്നതേന്ന് മോന്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അതിരാവിലെ ആയ കാരണം തോന്നുന്നുണ്ട് തണുപ്പുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഞങ്ങൾ മൂടിയിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എടുത്തിട്ട് ഇപ്പോൾ കുറേ ആയതാണ്, ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കുറേ എഡിറ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ടായ കാരണം കൊണ്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നതേന്ന്. ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി പോയതാണ് അങ്ങോട്ട്. അപ്പോൾ ബർത്ത്ഡേ അവിടെ വെച്ചിട്ട് ഓനൊരു ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാവരും കൂടെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടതാണ്. അപ്പം ഇങ്ങനെ ഊട്ടിയിലെത്തിയിട്ട് ഇപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് റോസ്റ്റ് കഴിക്കാനിരുന്നതാട്ടോ. നല്ല അടിപൊളി റോസ്റ്റും ചട്നിയും ഉഴുന്നുവടയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ മേട്ടുപ്പാളം കഴിഞ്ഞിപ്പോൾ കാവേരി നദിൻ്റെ മെയിൻ പാലം റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഹൈവേ റോഡാണ്. നല്ല ചൂടുമാണ്. അതിരാവിലെ നീച്ച് നമ്മൾ ചോറൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. വെയിലിങ്ങനെ കത്തി ആളണ വെയിലും ചൂടുമാണ്. നമ്മളേതായാലും ഇപ്പോൾ കോളേജ് എത്താനായിട്ടുണ്ട്. നാമക്കല്ലല്ലേ, നാമക്കല്ലാണ് ഇപ്പോൾ എത്താനായിക്കൊണ്ടിരുന്നത്. ഞങ്ങളും അവിടെ പോയിട്ട് റൂമിൽ പോയിട്ട് തിന്നാന്നും പറഞ്ഞു നോക്കി. അപ്പോൾ രാവിലെ 3 മണിക്ക് നീച്ച് നമ്മൾ ചോറും വെജിറ്റബിളും മുട്ട പുഴുങ്ങിയതും എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വെള്ളമൊക്കെ ക്യാനിലാക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ എവിടെയും നിർത്താൻ പറ്റില്ല. ഒരു മരത്തിൻ്റെ ഒരു തണൽ പോലും ഇല്ല. അങ്ങനത്തെ ചൂടാണ്. എ സി ഒന്നും ഓഫാക്കിയിട്ടൊന്നും ഗ്ലാസ്സൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാൻ റൂമിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐസിന് മടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അതിൻ്റെ ക്ഷീണവും ടയേർഡും ഒക്കെ കൂടെ. നമ്മളിപ്പോൾ കോളേജിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോളേജ് ഏക്കറ കണക്കിനാണ്. ഇതൊക്കെ കോളേജിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, ഓരോ കോളേജുകളാണ് കേട്ടോ. എൻജിനീയറിങ് കോളേജും ഇങ്ങനെ എന്നതെന്നില്ല, എല്ലാ കോളേജും ഡ്രൈവിങ് വരെ ഇവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ കോളേജുകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഏക്കറ കണക്കിനാണ്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ റൂം എത്തണത് കാണാനേ ഇല്ല. പുറത്ത് റൂം നോക്കിയതാണ്. അപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഹോസ്റ്റൽ റൂം ഇങ്ങനെ ഉണ്ട് തനിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ബ്ലോക്കാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അതിൽ പോയി റൂം എടുക്കാറുണ്ട്. അങ്ങനെ റൂം എടുത്തുകൊണ്ട് പൈക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഇവിടേക്കൊണ്ട് എത്തിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയാലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയപ്പോൾ ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വന്ന ക്ഷീണവും ടയേർഡും പിന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ രാവിലെ നീച്ച് ഓല് രണ്ടാളും എക്സാം എഴുതാൻ പോയി. ഐസിന് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്തോള്. അപ്പോൾ നമ്മൾ എന്നിട്ടിപ്പോൾ തൊട്ടിയിലിട്ട് ഉറക്കിയതാണ്. ഓൻ അങ്ങനെ കിടന്ന് ഉറങ്ങണുണ്ട്. ഓല് എക്സാം എഴുതാൻ പോവുകയാണ് കേട്ടോ. വണ്ടിയിൽ കയറിയിട്ടാണ് പോണത്. 125ഓളം ബസ്സൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അത്രയും ബസ്സുണ്ട്. രാവിലെ ഉണ്ടാവും, വൈകുന്നേരം പോയാൽ പിന്നെ രാവിലെയാണ് ഈ ബസ്സൊക്കെ ഇവിടെ നിൽക്കണത് കാണുള്ളൂ. ഞങ്ങളിതിൻ്റെ മേലത്തെ റൂമാണ്. അങ്ങനെ ഇപ്പോൾ ഓല് വന്നേക്കിന് ഞങ്ങൾ ചോറുന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ താഴെ തന്നെ പിന്നെ ഇത് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ വന്നതാണ്. വന്ന് നോക്കുമ്പോൾ ചോറൊക്കെ കഴിഞ്ഞേക്കണം. അപ്പോൾ തക്കാളി ചോറും തൈര് ചോറും ഉണ്ടായിരുന്നു. പിന്നെ വെറുംചോറ് ചോദിച്ചപ്പോൾ വെറുംചോറ് ഉണ്ടായിക്ക്, സാമ്പാറൊന്നും ഇല്ല എന്നും പറഞ്ഞ് രസം ഉണ്ടായിരുന്നു. ഒരു പാത്രം ഒഴിച്ചെന്ന് പൊടലങ്ങ കൂട്ടാനും. വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഏതായാലും നടക്കാൻ ഇറങ്ങാണ്ട് അപ്പുറത്തൊക്കെ റൂമിൽ എല്ലാവരും ഉണ്ട്. ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും മക്കളെ എക്സാം എഴുതാൻ വന്നിട്ട് ഓലപ്പം ഉമ്മാർ വന്നവരും ഓരോ വലിയ കുട്ടികളുള്ളവരും ഉപ്പാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എൻജോയ് ചെയ്യുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു ഓരോരോ സ്ഥലത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാണ്. ഓരോ ദിവസം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും.
ഇതാണ് ഇവിടെ ഒരു ക്യാൻറ്റീൻ കേട്ടോ. മാമുന്നാൻ പോവുക. ഈ ഒരു ഏസിൻ്റെ ചോട്ട് ഒരു സാധനം ഉണ്ട് കേട്ടാ. ഞങ്ങളിപ്പോൾ പുറത്ത് പോയി ചോറ് കഴിച്ച് വന്നതാണ്. അപ്പോൾ ഈ ഏസിൻ്റെ ചോട്ട് എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ. ഇതാ മക്കളെ കണ്ടോളി, ഇതണ്ടാ ബത്തക്കയാണ്, മുന്തിരി, ഓറഞ്ച്, ഉറുമാവളി. ഇതൊക്കെ വല്ല എന്താ പറയാ തളച്ചക്കണ് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഈ ഒരു സാധനമാണ്. ഇവിടെ ഒരു സാധനം കിട്ടാൻ വഴിയില്ല. ഫ്രൂട്ട്സിനും പൂതിയായിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഈ ഒരു സാധനം. ഇതിൻ്റെയൊക്കെ ഒരു വില അറിഞ്ഞാൽ ഞങ്ങളൊക്കെ നെട്ടും. അത്ര വിലയാണ് ഇവിടെ. അപ്പോൾ ഓൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് ഫായിസിൻ്റെ. അപ്പോൾ എന്തായാലും കേക്കും വാങ്ങാറുണ്ട്. കിലോമീറ്റർ കണക്കിന് പോയിക്കൂടെ വാങ്ങാൻ എവിടെയില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ബത്തക്കയുണ്ട് കേക്ക് ആക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുന്നാണ് കേട്ടോ. ഒരാഴ്ചയായി ഫ്രൂട്ട്സിന് പൂതിയായി ഇങ്ങനെ ഇരിക്കുകയെന്ന്. അപ്പോൾ ഏതായാലും ഓൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഇതാണെന്ന്. ഇപ്പോൾ രാത്രിയേക്കുള്ള ചോറും കൂടെ വാങ്ങിക്കൊണ്ടുവന്നൊക്കെയാണ്. ഇതാ പാർസലാണത്. ഹലോ ഗൈസ്, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ് ഞാനും എൻ്റെ മോനും. ഇതാണ് ബർത്ത്ഡേ കേക്ക്. ഇല്ല, ബർത്ത്ഡേ വാട്ടർമെലോൺ എവിടെയാണെന്നും കൂടെ പറഞ്ഞാളാണ്ട്. സ്ഥലം എവിടെയാണെന്നാണ് പറഞ്ഞാളാ. ഇപ്പോ ഈറോഡിലാണ്. ഈറോഡ് എവിടെ? എക്സൽ കോളേജിലാണ്. എക്സൽ കോളേജില് ഹോസ്റ്റൽ റൂമില് എംഎയുടെ എക്സാമും റൈഹവും ബിഎഡ് എക്സാം എഴുതാൻ വന്നതാണ്. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് ഒന്നും കിട്ടാനില്ല അവിടെ. അപ്പൊ പിന്നെ ഒരു വാട്ടർമെലോണും കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ട് പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ മോനക്കും കൊടുത്തോ. അതിനൊന്നും കൊടുക്കല്ലടാ. നീ കണ്ട മുറിച്ചോ കഴിഞ്ഞില്ലേ? മതി മതി. അപ്പം അങ്ങനെ ഇക്കൊല്ല ബർത്ത്ഡേ ഇവിടെ ആയില്ലേ? 2 ദിവസം കഴിഞ്ഞാൽ നോമ്പ് പോയി. നോമ്പ് ഇറക്കാനാവുന്ന വിചാരിച്ചത്. അപ്പം നോമ്പിനായില്ല. കേക്കിന് പകരം ഇതുപോലത്തെ ബർത്ത്ഡേ ആരെങ്കിലും കണ്ടോലുണ്ടാ? ഇതാണ് ഞങ്ങളെ ബർത്ത്ഡേ ഇവിടെ ഈറോഡ് നാമക്കല്ല് എക്സൽ കോളേജിൽ വെച്ചുള്ള ബർത്ത്ഡേ ആണിത്. ഐഷിന് കുട്ടി വാപ്പാക്ക് ആദ്യത്തെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പം അങ്ങനെ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞുട്ടാ ബത്തക്ക. ഇന്നിപ്പോൾ അതുപോലെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. ഈ മലൻ്റെ മേലെ ഒരു അമ്പലട്ടാ, കണ്ടില്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഞാനിപ്പോൾ സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടാ. ഈ മല ബാക്കിയൊക്കെ ഗ്രൗണ്ടാണത്. പിന്നെന്ന് പറഞ്ഞാൽ കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഫുള്ളും ഏക്കറ കണക്കിനല്ലേ, ചുറ്റി കാലൊക്കെ വേദന തുടങ്ങി. കുറച്ചൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ഒരു ഇറച്ചിയോ മീനോ, നമുക്ക് ബീഫ് മീൻ അങ്ങനത്തെ ഒരു സംഭവം ഈ പ്രദേശത്ത് പോലും എവിടെയില്ല കേട്ടോ, പുറത്തുമില്ല. പിന്നെ 5-8 കിലോമീറ്റർ ദൂരം പോകണം. ഞങ്ങളൊരു ഹോട്ടൽ തിരഞ്ഞു പോയി. അങ്ങനെ ഹോട്ടലിൽ പോയി ബിരിയാണിയൊക്കെ തിന്നപ്പോഴാണ് ഇങ്ങനെ ആ ഫ്രൂട്ട്സ് കിട്ടിയത് തന്നെ കേട്ടാ. പിന്നെന്താ ഫുൾ വെജിറ്റബിളാണ് ഒക്കെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. പുറത്ത് പോയെങ്കിലേ നമുക്ക് പുറത്തത്തെ ഭക്ഷണം തിന്നാൻ പറ്റുള്ളൂ. ഏതായാലും മൊത്തത്തിൽ ഒരാഴ്ചക്ക് വന്നു വെജിറ്റബിൾ അങ്ങനെ തിന്ന് ശീലമായി. ഇപ്പോൾ ദാ ഇവിടെ കുറേ എൻജിനീയറിങ് കോളേജ് അങ്ങനെ എല്ലാ കോളേജും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒപ്പം ഒന്ന് പോയി ഒക്കെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു കോളേജ് കഴിഞ്ഞ് വന്നേക്കിന് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു അവിടുന്ന്. ഇനിയിപ്പോൾ വെറുതെ നമ്മൾ റൂമിന് വാടകയും കൊടുത്ത് നിൽക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഉച്ചക്ക് 1 മണി കഴിഞ്ഞ് വന്നേക്കിന് 1:30 ഞങ്ങൾ റെഡിയായി വന്നു. അപ്പോൾ റൂമില്ലാറിന കാരണമാണ് ഇത്രയും സാധനം ഞങ്ങൾ കൊണ്ടുപോയത് കേട്ടാ. അങ്ങനെ ഏതായാലും പിന്നെ അവിടുന്ന് വന്ന് വഴിയിൽ ഒരു കടയിൽ കയറി. അവിടെയോ വെജിറ്റബിൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും ചോറൊക്കെ തിന്നിട്ട് ഇപ്പം അങ്ങനെ വന്നു. ഇതാ കാവേരി നദി കാണാത്തോല് കണ്ടോളി. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനോ ഒന്ന് വണ്ടി നിർത്താനോ പറ്റില്ല, ഹൈവേ റോഡായ കാരണം കൊണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ? എന്തോ ഗ്ലാസ്സൊന്നും തുറന്ന് നമ്മളൊന്നും വീഡിയോ എടുക്കാൻ കഴിയൂല, അത്രക്ക് അണൽക്കാറ്റാണ് വരുന്നത്. ചൂടുള്ള കാറ്റാണ് വണ്ടിക്ക് വരുന്നത് തന്നെ.
അപ്പോൾ അതാ എത്രയേ ഒരു വീതിക്കാന്നറിയ ഈ കാവേരി നദിൻ്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോലുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. കണ്ടോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കൊണ്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതാ ഇവിടേക്കൊണ്ട് എത്തിയപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഈ തമിഴ്നാട് പ്ലെയിൻസിൽ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവുക. നമ്മളവിടുത്തെ അതിൽ സർബത്ത് സോഡ അങ്ങനത്തെ വള്ളങ്ങൾ ഐറ്റങ്ങളൊന്നും നമ്മളിവിടെ കിട്ടൂല. ഇവിടെ മുക്കിലും മൂലക്കിലൊക്കെ ഉണ്ടാവും. ഈ വെയിൽ കാലമായത് കമ്പങ്കൂളാണ്. കമ്പ് പറഞ്ഞ ഒരു ധാന്യമാണത്. ഇത് വേവിച്ച് കുത്തി വേവിച്ച് കാണ്ട് പോലും അതിങ്ങനെ കുടുക്കിയിൽ ആക്കി വെക്കണതാണ്. പിന്നെ അതിക്ക് മോര് ഒഴിച്ച് പിന്നെ ചെറുള്ളിയും വല്യുള്ളിയും മല്ലിച്ചപ്പും കൂടെ പൊടിയാക്കി നുറുക്കിയത് ഇട്ട് തരും. ഉപ്പിട്ടത് കഴിക്കാരം നല്ല ടേസ്റ്റാണ്, നല്ല തണുപ്പ് കഴിക്കാരം ഈ മൺകുടുക്കിയിലുള്ള കാരണം. പിന്നെ അതിക്ക് കുറേ തിന്നാൻ നമുക്ക് കടിച്ച് തിന്നാനും ഉണ്ടാവും. 30 ഉറുപ്പ്യാണ് ഇതിന് ഒന്നിന് കേട്ടോ. ആദ്യമൊക്കെ 20 ഉറുപ്പ്യ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ചുണ്ടക്ക വറുത്തത്, നമ്മളെ പച്ചമുളക് ഉപ്പിട്ട് വറുത്തത്, കൊണ്ടാട്ടമുളക്, ഇതാണത്. അങ്ങനെ ഓരോ വിധം വറുത്തതുകളൊക്കെ ഉണ്ടാവും. കുടൽ വറുത്തത് ഇതൊക്കെയാണത്. അപ്പം എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ ചിലയിടത്തൊക്കെ വന്നിട്ട് ആദ്യം ഉപ്പുമാങ്ങ, ഉപ്പിലിട്ട അച്ചാറ്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ പല ഐറ്റങ്ങളും അതും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൊത്തവരൊക്കെ അവരൊക്കെ ഇങ്ങനെ വത്തലാക്കിക്കാണ്ട് ഉണക്കിക്കാണ്ട് പിന്നെ എന്താണ് പൊരിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ തിന്നാൻ. പിന്നെയും വാങ്ങി കുടിച്ചു നമ്മളിത്. കഞ്ഞിയും ചോറും തിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു കപ്പ് വാങ്ങി കുടിച്ചാൽ തന്നെ മതി. അങ്ങനെ ഇപ്പം അതൊക്കെ വാങ്ങി കുടിച്ച് മേട്ടുപ്പാളയം എത്തിക്കണു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഞങ്ങൾ ഇനി അങ്ങനെ നേരെ പോവാറിന് നിന്നപ്പോഴാണ് അപ്പം ഇനിയിപ്പോൾ ബിന്ദുവിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന. ഓൾ ഏതായാലും ഇവിടെ അല്ലേ നിൽക്കണത്. നമ്മളെ ഓളോട് പോകുന്നതിന് ശേഷം ഞങ്ങൾ വന്നിട്ടുമില്ല. അപ്പം ഇനി ഓളെ അടുത്ത് പോയിട്ട് അങ്ങനെ പോരാന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണേ. അടുത്ത വീഡിയോ ഇതാണ് ഇടുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കോണ്ടി.